ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ ഉച്ചയൂണിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉച്ചയൂണിൻ്റെ കറി ഇന്ന് നമുക്ക് ചെമ്മീനാണ്. തേങ്ങ നന്നായിട്ട് വറുത്തരച്ച് നമ്മളിന്ന് കറി വെച്ചതാണ്. മൺചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവ താളിച്ചെടുത്തു. ഇഞ്ചി ചെറുതായി നീളത്തിലരിഞ്ഞത് അതിലേക്ക് ചേർത്ത് വഴറ്റി അതിനുശേഷം അതിലേക്ക് നമുക്ക് ചുവന്നുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി ഇവ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തു. അതിലേക്ക് നമ്മൾ വെള്ളവും ഉപ്പും ചേർത്ത് തിളച്ചപ്പം അതിലേക്ക് നമ്മൾ വെള്ളരിക്ക ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് നന്നായിട്ട് നമ്മൾ വേവിച്ചെടുത്തു. ഇതിലേക്കാണ് നമ്മൾ ചെമ്മീൻ ചേർത്ത് തിളച്ച് വന്നപ്പോൾ തേങ്ങ വറുത്തരച്ച മസാല നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. കൂടെ നമ്മൾ ഉപ്പും കുടംപുളിയും ചേർത്തിരുന്നു. ചെമ്മീൻ അധികം വേവില്ലാത്തതിനാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കറി റെഡിയായി കിട്ടി. അരപ്പൊന്ന് കുറുകി വരേണ്ട താമസം നമ്മുടെ കറി റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ കപ്പ വേവിക്കുന്നുണ്ട്. ചെറുതായി കൊത്തിയ കപ്പ ഉപ്പ് ചേർത്ത് വേവിച്ച് ഊറ്റിയെടുത്തതാണ്. അതിലേക്ക് നമ്മൾ അരപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന നല്ല കപ്പയായിരുന്നു. ഒന്ന് തിളച്ചപ്പോൾ തന്നെ കപ്പ നന്നായിട്ട് വെന്ത് വന്നു. പിന്നെ നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു തോരൻ അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഊണ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കപ്പ കുഴച്ചത്, ചെമ്മീൻ കുടംപുളിയിട്ട് വറുത്തരച്ച് കറി വെച്ചത്, നല്ല ചൂടോടെയുള്ള നമ്മുടെ കുത്തരിച്ചോറ് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഊണ് കഴിച്ചാലോ? നമ്മുടെ ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ നമ്മുടെ ചോറും കറികളും എല്ലാം നമ്മൾ കഴിക്കാനായിട്ട് എടുത്തു. ഇന്ന് നമ്മൾ വെച്ച തോരൻ ക്യാരറ്റും കോവയ്ക്കായും നമ്മൾ ചെറിയ പീസായി അരിഞ്ഞെടുത്തതാണ്. അതിലേക്ക് സവോള, പച്ചമുളകും കൂടെ അരിഞ്ഞ് ചേർത്തു. തേങ്ങ ചിരകിയതും ചേർത്താണ് നമ്മൾ തോരൻ വെച്ചത്. പിന്നെ നമ്മുടെ കട്ടത്തൈരും എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിശേഷങ്ങൾ. ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളും റെസിപ്പികളുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു.